ഇത് അടുക്കള. ഓ, ഇത് കുളിമുറിയും കക്കൂസും ആണോ? ഇത് പിന്നെ ഞാനേ ഉള്ളു കിടക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങളൊക്കെ വന്ന് ഇവിടെ കിടക്കും. നിങ്ങൾ വന്നാലോ? ഇവിടെ കിടന്നാ മതി. അവിടെ അത് മതി. ലോട്ടറി ഇന്നടിക്കുന്ന നാളടിക്കുന്നു പറഞ്ഞ് കുറെ നാളായിട്ട് പണിക്കൂടി പോകാൻ അതിന് ഒത്തിരി ഒന്നും ആയില്ലല്ലോ. 12 വർഷമല്ലേ ആയുള്ളൂ. ഞാൻ 30 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുക. അന്നേരം അവന്റെ 12 വർഷം. എന്തായി? ഇതെന്താണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഇപ്പോഴാണ് കട തുറക്കുന്നത്. അതെ, രാവിലെ ലോട്ടറി എടുക്കാഞ്ഞിട്ട് എനിക്ക് കൈ എടുത്ത് വിറക്കുക. ഇവന് പോയി വിളിക്ക്. കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫ് ഉള്ള ആ നേപ്പാളി എവിടെ പോയി കിടക്കുക? ഇനിയിപ്പോ മുങ്ങിയ വേണ്ടാതിനെ പറയില്ലടാ, വെറുതെ ഒന്ന് പേടിപ്പിക്കല്ലേ. ഡാ, അവൻ ശരിക്കും മുങ്ങിയതാണോ? കാശ് വല്ലതും പോയാ? ആലോചിക്കാതെ പോയി നോക്കടാ. എടാ, കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ നടപ്പുഴ ഷാപ്പിലെ ബായില്ലേ, മുതലാളിയെ വെട്ടിക്കൊന്ന് കഷ്ണം കഷ്ണമാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് മുങ്ങി. എന്താടാ ബേബി? ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു പൊതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ആടാ, അതും ഇപ്പൊ കാണുന്നില്ല. അപ്പാ മുങ്ങി തന്നെ. പോലീസിന് വിളി. അവന്റെ ബാഗും കാണുന്നില്ലല്ലോ. എടാ, നീ കിടന്ന് തപ്പ് കളിക്കാതെ പോലീസിനെ വിളിക്ക്. അവൻ വിട്ടുപോകുന്നതിന് മുമ്പ് അവനെ പിടിക്കാം. പോലീസിനെ വിളിക്ക്. ഒരു ലോട്ടറി എടുക്കല്ലേ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അപ്പോ പുതിയായിട്ട് അവൻ മുങ്ങി. അതെ. അവന്റെ പേരെന്താണ്? വീർ ഷേർപ്പ. എന്തുകൊണ്ടും വീർ ഷേർപ്പ. വീർ ഷേർപ്പ. വയസ്സൊരു 10-25 വയസ്സ് കാണും സാറേ. വയസ്സൊരു 10-25. എടാ, വയസ്സ് ചോദിക്കുമ്പോ 10-25 നിൽക്കണം പറയണ. കൃത്യമായിട്ട് പറയടാ. ഒരു 25. വയസ്സ് 25. അഡ്രസ് പറ. അഡ്രസ് നേപ്പാളാണ്. നേപ്പാളാ? നേപ്പാളിലെവിടാ? ഏത് ജില്ല? ഏത് സ്റ്റേറ്റ്? വീട്ടുപേര്, വീട്ടഡ്രസ് ഇതുപോലെ അറിയാവോ? അറിയില്ല. എടാ, അതൊക്കെ വേണോട്ടാ. അവന്റെ ID പ്രൂഫ് വല്ലതുണ്ടാ? അതുമില്ല. എടാ, അന്യ സംസ്ഥാന തൊഴിലാളികളെ പണിക്ക് നിർത്തുമ്പോ അവരുടെ അഡ്രസ് പ്രൂഫ് മേടിക്കുന്ന അറിയാൻ പാടില്ലേ? അറിയില്ല. അതും അറിയില്ലേ? സാറേ, ഇത് കേട്ടാ, ഇപ്പൊ പരാതിക്കാരനെതിരെ കേസെടുക്കേണ്ട അവസ്ഥയാണ്. ആ നേപ്പാളിയുടെ ഒരു ഡീറ്റെയിൽസും കയ്യിലില്ലെന്ന്. ഓക്കെ, എത്ര നാളായിട്ട് ഇവനെ പരിചയമുണ്ട്? അതെങ്കിലും പറ. ഒരു 5-6 മാസമായിട്ടുണ്ട്. എന്താടാ, ഒന്നിനൊരു ഉറപ്പില്ലല്ലടാ. എടാ, അവന്റെ മൊബൈൽ നമ്പറോ ഫോട്ടോയോ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടാ? ഫോട്ടോ ഉണ്ട്. എവിടെ കൊണ്ടുവന്നേ? എടാ, ഇവനെ കണ്ടറിയാലടാ നേപ്പാളിൽ നിന്ന കള്ളനാണെന്ന്. എന്നാ, ആ പൊതിയില് എത്ര രൂപ ഉണ്ടായിരുന്നു? പൊതിയില് ഒരു 30,000 രൂപയും പിന്നെ ഒരു 5250 രൂപയുടെ ലോട്ടറി ഉണ്ടായിരുന്നു. ഭാഗ്യം, അതിനെങ്കിലും നിനക്കൊരു കൃത്യത ഉണ്ടല്ലോ. എന്തായാലും നിന്റെ തല പോകാതിരുന്നത് നന്നായി. സാറേ, എനിക്കവനൊരു അനിയനെ പോലെ ആയിരുന്നു. അനിയനിപ്പ ചേട്ടൻ്റെ? നീയേ ഇവിടെ ഒപ്പിട്ടെ. എവിടെ? SI സാർ വരുമ്പോളേ ഞാൻ കൊടുത്തോളാം, പോയിക്കോ കേട്ടാ. അയ്യോ സാറേ, നാട്ടുകാരുടെ പ്രൈസ് അടിച്ച കാശാണ്, അത് കൊടുക്കാനുള്ളതാണ്. അവൻ നാട് വിടുന്നതിന് മുമ്പെങ്കിലും ഒന്ന്. എടാ, ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഇവിടെ ആളില്ല. പിന്നെയാണ് നിന്റെ നേപ്പാളി പണിക്കാരന്. നീ പോയിക്കോ, SI വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാറേ, എങ്കിൽ SI ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ? അന്നാ നീ ആ ബെഞ്ചിലേക്ക് ഇരുന്നോ. ശരി സാർ. Peter, this is your house? Not now. Okay. ഇപ്പല്ല, ചിലപ്പായേക്കാം. Okay, Gomez. Okay, darling. See you soon. Hey, what about my sunglass? Okay. Peter, my jacket. Whoa. Catch. Huh? എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ. ഇനി ഒരു പരാതിയില്ലല്ലോ. This is my route map. Okay?
ഹലോ എങ്ങോട്ടാ ഡോ ഹലോ ആ ഇവിടെ ഇരിപ്പുണ്ടോ? എടാ നീ എങ്ങനെ? സീനൊക്കെ ഞാൻ അറിഞ്ഞ് ഗോവേന്ന് വന്ന വഴിയാണ്. വീട്ടോട്ട് പോലും പോയില്ല, നേരെ ഇങ്ങനെ വന്നേ. എന്തൊക്കെയായിരുന്നു? ചോറ് കൊണ്ടേ കൊടുക്കുന്നു, ഡ്രസ് മേടിച്ചു കൊടുക്കുന്നു, മലയാളം പഠിപ്പിക്കുന്നു. അനിയനാണത്രേ, അനിയൻ. ആ എന്റെ പൊന്നു ചേട്ടാ, ഇവനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ അവനെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ക്യാഷ് കൊണ്ട് അവന് കൊടുത്തേക്കണ്. ഇപ്പൊ എന്തായി? പണി കിട്ടിയില്ലേ? ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കൊള്ളു. മണാലി, കാശ്മീര്, ആഗ്ര, ഡൽഹി, അങ്ങനെ എന്തോരം സ്ഥലത്ത് ടൂർ പോകാരെന്നറിയാമോ? നാശിപ്പിച്ചോളഞ്ഞില്ലടാ. പോലീസുകാരൻ തുറഞ്ഞു. എസ് ഐ വരട്ടെ എന്ന് പറഞ്ഞു. ഈയിടെ ഇവന്മാരെ കൊണ്ടൊന്നും വരുന്ന ഇടപെടി ഉണ്ടാവൂല. നമുക്ക് അറിയാവുന്നല്ലേ, മലയാളികളെ തന്നെ പിടിച്ചിട്ട് കിട്ടല്ല, പിന്നെയാണ് നേപ്പാളിനെ പിടിക്കാൻ പോണത്. എന്താടാ നീ അടിച്ചിട്ടുണ്ടാ? ഞാൻ അടിച്ചിട്ടുണ്ട്. ദേ നിനക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടില്ല സാധനമാണ്. കള്ളിന്റെ മണം പോലും ഉണ്ടാവില്ല, ഒരു തരി സ്മെല്ല് പോലും ഉണ്ടാവില്ല. എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടേ? നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട. അവിടെ നിന്ന് മേടിച്ചപ്പോ മണൂലെന്നാ പറഞ്ഞത്. എവിടെയാണ് സെല്ല്? വക്കീലിനൊന്ന് വിളിച്ച് പറഞ്ഞു. ആംബുലൻസ് കൊണ്ട് വിളിച്ചോടാ. സാറേ വാ. പോലീസ് സ്റ്റേഷനിലാണെന്ന് ഇവിടെ പറയാൻ പറ്റാ. പോലീസ് സ്റ്റേഷനിൽ ഇടിയും നിന്റെ അപ്പൻ്റെ പാട്ടും ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഗോവയിൽ എങ്ങനെ നടന്നേച്ച ആളാന്നറിയാമോ ഞാൻ? ഇപ്പൊ നടക്കണണ്ട. ഓ വരുന്നുണ്ട് രണ്ടും കൂടി. ഇത് ഓഫ് ചെയ്യട്ടെ. നീ ഒന്നും പറയാൻ വേണ്ട, മൈൻഡ് ചെയ്യണ്ട. ഇത് ഞാൻ അങ്ങാട് പറയാൻ നിക്കണായിരുന്നു. മുതലാളി വരുന്നുണ്ട്. കണ്ട കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ പണിക്ക് വെച്ചിട്ട് മുതലാളി കളിച്ച് നടക്കുക. പോട്ടെടാ, നിന്റെ അപ്പനല്ലേ, പ്രായമുള്ള ആളല്ലേ, വിട്ടേളാ. എന്നാ വല്ല വർക്കത്തോളനെ കൂടെ കൊണ്ടു നടക്കാൻ പറഞ്ഞ അതും കേൾക്കില്ല. അടിപൊളി, സൂപ്പർ. നിന്റെ അപ്പന്റെ ഫുൾ സൈസ് കളർ ഫോട്ടോയിൽ ഇരിപ്പുണ്ടോ? ഇപ്പൊ തന്നെ OLX വിറ്റുകളെ പടേന. ഞാൻ നിന്റെ അപ്പന്റെ വായിലിരിക്കണൊക്കെ ഇങ്ങോട്ട് വന്നതിനാണ്. ഞാൻ എന്റെ വീട്ടിൽ പോകും. നീ പോയി അനുഭവിച്ചു. എന്റെ മമ്മിയെ പുണ്യാളത്തിയാണ്, പുണ്യാളത്തി. നല്ല ചാളക്കറൻ ചോറ് കാത്തിരിപ്പുണ്ടാവും പാവം. ഇത്രയും നാള് ഞാനും ലോട്ടറി തന്നെയല്ലേ വിറ്റത്. എനിക്ക് വേണമെങ്കിൽ ഒരു പണിക്കാരനെ വെക്കായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ വെച്ചോ? ഇല്ലല്ലോ. അപ്പനെ മുഖത്ത് നോക്കി സംസാരിക്കപ്പാ. എനിക്ക് സൗകര്യമില്ല. ഞാൻ എന്തിനാ നിന്റെ മുഖത്ത് നോക്കണേ? ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ സൈക്കിൾ ചവിട്ടി ലോട്ടറി വിറ്റ് എന്തിനാ നിന്നെ വളർത്തി വലുതാക്കാൻ? വളർത്തി അതെന്ന് അപ്പം പറയണ്ട. എന്റെ അമ്മ മരിച്ചിട്ട് 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് വേറെ പെണ്ണ് കെട്ടാൻ പോയാളല്ലേ അപ്പൻ. ഇത് തന്നെ അവന് പറയാനുള്ളൂ. അതിന്റെ ചമ്മലല്ലേ അപ്പ അപ്പൻ ഇവിടെ എന്റെ മുഖത്ത് നോക്കത് അല്ലേ? എന്നിട്ട് ഞാൻ കെട്ടിയോടാ. നിന്റെ കരച്ചിൽ കണ്ട് കെട്ടിൻ്റെ അന്ന് ആ കല്യാണം വേണ്ടാന്ന് വെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനാടാ ഈ ഞാൻ. അത് പറഞ്ഞ ശ്രീധരൻ കിട്ടാഞ്ഞിട്ടല്ലേ? എനിക്കറിയാപ്പ, നാണുണ്ടപ്പ. നീ പറയൂടാ നന്ദിയില്ലാത്തവനെ. 10-30 കൊല്ലം ലോട്ടറി വിറ്റവനാ ഞാൻ. ഓരോ ലോട്ടറി ടിക്കറ്റ് കാണുമ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നീ ഉണ്ടായപ്പോഴും ഞാൻ അതുപോലെ പ്രതീക്ഷിച്ചു. പക്ഷേ അടിക്കാത്ത ടിക്കറ്റ് പോലെ ഭാഗ്യം കെട്ടവനായി പോയില്ലടാ നീയും. വന്നേ. ഒരു സമാധാനമില്ല. എന്റെ ദൈവമേ, ഈ നഷ്ടസ്വർഗം രണ്ട് വേറൊന്നും ഇടില്ലേ. നല്ല പാട്ട്.